ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മുടെ ധനസമ്പാദനത്തിലെ തടസ്സങ്ങൾ എങ്ങനെയാണ്? തടസ്സം നിൽക്കുന്നത് എന്താണ്? റബ്ബിംഗ് ഔട്ട് ഗ്രേറ്റ് മെന്റൽ ബ്ലോക്ക് ടു വെൽത്ത് എന്ന് പറയും. നമ്മുടെ മെന്റൽ ബ്ലോക്കിൽ ധനസമ്പാദനത്തിനുള്ള മെന്റൽ ബ്ലോക്കുകളെ നമ്മൾ റബ്ബ് ചെയ്ത് കളയുക, തുടച്ചു കളയുക. കുട്ടികളൊക്കെ സ്ലേറ്റ് മായ്ക്കുന്ന പോലെ തുടച്ചു കളയുക. സ്ലേറ്റിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റൊക്കെ മായ്ച്ചു കളയും ഇല്ലേ? ബുക്കിൽ പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഉടനെ ആ റബ്ബർ എടുത്ത് അത് മായ്ച്ചു കളയും. എന്ന പോലെ നമ്മുടെ മെന്റൽ ബ്ലോക്ക്, മനസ്സിലുള്ള ബ്ലോക്കുകളെ നമ്മൾ റബ്ബർ കൊണ്ട് മായ്ച്ചു കളയണം. അങ്ങനെ മായ്ക്കാൻ പറ്റുന്ന തെറ്റുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ മായ്ച്ചു കളഞ്ഞാൽ നമ്മളിലേക്ക് സമ്പത്ത് വരാനുള്ള ബ്ലോക്ക് മാറും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ധനസമ്പാദനം അല്ലെങ്കിൽ പണം ആർജിക്കല്, അതിലെ തടസ്സം നിങ്ങളുടെ സ്വന്തം മനസ്സ് തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മനസ്സല്ല. ചിലർ പറയാറുണ്ട്, എൻ്റെ അവിടെ അടുത്ത വീട്ടിലെ പലരും, ഞാൻ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ശരി, ഓക്കെ, നിങ്ങൾ വന്നോളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഞാൻ ഇന്നേവരെ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ ഇന്നേവരെ ഒരു കാര്യം പോലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. വളരെ നല്ലവനായിട്ട്, വളരെ എന്താ പറയുക, വളരെ ആത്മീയമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഇതോട്ടോ ഒന്ന് രണ്ട് ഒരു ആളുകളുണ്ട്, എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവന്മാർ എന്തൊക്കെ തട്ടിപ്പാ ചെയ്യണേന്നറിയോ, അവന്മാർ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കണേന്നറിയോ, എന്തൊക്കെ ക്രൂരത അവർ ചെയ്യണേന്നറിയോ. പിന്നെ അവരെ പറ്റി കുറെ നീചമായ വാക്കുകളെല്ലാം അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അതുപോലെ ഒന്നും ചെയ്യാറില്ല, ഒരു ഉറുമ്പിനെ പോലും ഞാൻ വേദനിപ്പിക്കാറില്ല. അവസാനം പറഞ്ഞ ആ കൺക്ലൂഷൻ ഇതാണ്. എന്നിട്ടും എനിക്ക് ഒന്നും ദൈവം തരുന്നില്ല. അവർക്കാണെങ്കിലോ ഡെയിലി എന്താ പറയാ, ദുഷ്ടൻ പന പോലെ എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ ദിവസം പ്രതി വളരെ വലിയ ബംഗ്ലാവ് വയ്ക്കുന്നു, വലിയത്. എവിടെ നിന്ന് പണം ഉണ്ടാക്കുന്നു എന്നറിയില്ല, അവരൊന്നും എങ്ങനെ പണം ഉണ്ടാവണേന്ന് അറിയില്ല. അവന്മാരൊക്കെ ചെയ്തു കൂട്ടുന്ന നീച പ്രവർത്തികൾ വെച്ച് ഒന്നും ചെയ്യണില്ല. എന്നിട്ടും അവന്മാർ ഡെയിലി വളർന്ന് വലുതാവുകയാണ്. ഞാൻ കീഴോട്ടേക്കാണ്. എന്തിനാ ഇങ്ങനെ ഈശ്വരനെ വിളിക്കണേ? ഞങ്ങളൊക്കെ എന്നും ഈശ്വരനെ വിളിക്കും. എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പോകും, എല്ലാം ചെയ്യും. ഞാൻ കുറച്ച് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം അവരെങ്ങനെ പണം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ല, അവരെങ്ങനെ പണം ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. അവന്മാരൊക്കെ ദുഷ്ടന്മാരാണ്. അവന്മാരൊന്നും 10 പൈസ വിട്ട് കളിക്കൂല, ഒരു മനുഷ്യനും തരില്ല. ഞാനൊക്കെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്ന് ചോദിച്ചു. ശരിക്കും ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ഈ പറയുന്ന ദോഷങ്ങൾക്കെല്ലാം പരിപൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹം, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇത്രയും നല്ലവനാണ് എന്ന് പറഞ്ഞു. സ്വയം ആത്മപ്രശംസ അത് ആദ്യം മാറ്റുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മറ്റുള്ളവരെ നിന്ദിക്കുകയും അവരുടെ പണത്തിനെ നിന്ദിക്കുകയും അവര് പണം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഏത് തരത്തിലെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അവർ പണം ഉണ്ടാക്കിയത് ചിലപ്പോൾ പൈതൃക സ്വത്താവാം, ചിലപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്താവാം, ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടാവാം, ചിലപ്പോൾ മറ്റാരെങ്കിലും സഹായിച്ചിട്ടാവാം, എങ്ങനെ ആയിക്കോട്ടെ, അത് ഏത് തരത്തിലും ആയിക്കോട്ടെ. പക്ഷെ അവരുടെ പണത്തെയും പറയുന്ന വ്യക്തികളെയും നിന്ദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. നിങ്ങൾ മെന്റൽ പവർ, മൈൻഡ് പവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളുടെ മൈൻഡിന്റെ പവർ വളരെ വീക്കാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് പണം വരാനുള്ള ബ്ലോക്ക്, നിങ്ങളുടെ മെന്റൽ ബ്ലോക്ക് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലേക്ക് സമ്പത്ത് വരാനുള്ള ബ്ലോക്ക് നിങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ പണത്തെയും അവരുടെ ജീവിതത്തെയും ആ വ്യക്തികളെയും നിങ്ങൾ, അവരുടെ ഉയർച്ചയെയും നിങ്ങൾ ഇവിടെ നിന്ദിക്കുന്ന ആ ഓരോ സമയത്തും നിങ്ങളിലേക്കുള്ള ബ്ലോക്കുകൾ കൂടി കയറി വരികയാണ്. ആ ബ്ലോക്കുകൾ കയറി വന്ന് നിങ്ങളിലേക്കുള്ള ഒരു തടസ്സം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തടസ്സം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ അണിമ ഗരിമ ലഘുമ എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ, അവരുടെ പണത്തെയും അവരെയും നിങ്ങൾ നിന്ദിക്കാതിരിക്കുക. സ്വന്തം മനസ്സിനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് മാനസികമായിട്ടുള്ള നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെ, ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾ അങ്ങോട്ട് മാറ്റുക. എന്നിലേക്ക് പണം വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ സ്വയം തടസ്സമാകുന്നു എന്ന തോന്നലുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന സമ്പത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. നിങ്ങൾ ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സും അതേപോലെ തന്നെ മനസ്സുകൊണ്ട് അയാളെയും അയാളുടെ പണത്തെയും നിങ്ങൾ പ്രശംസിക്കുക, അഭിനന്ദിക്കുക. അയാളെ എങ്ങനെയോ പണം ഉണ്ടാക്കിക്കോട്ടെ, അയാളുണ്ടാക്കിയ പണം ദുരിതത്തിലാണെങ്കിൽ അയാൾ അനുഭവിച്ചോട്ടെ.
ചിന്തിച്ചോട്ടെ, നിങ്ങൾ അയാൾ നന്നായി, അയാൾ നല്ല സന്തോഷവാൻ, അയാളുടെ പണത്തെയും അയാളുടെ ഉയർച്ചയും ഞാൻ അഭിനന്ദിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുക. 10 പ്രാവശ്യം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വരാൻ തുടങ്ങും. നമ്മുടെ അടുത്ത വീട്ടിലെ ഒരാൾ വലിയ വീടോ കാറോ ഒക്കെ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും, ഉറപ്പാണ്. ആ അസൂയ എന്താണ്? നമ്മളിലേക്ക് പണം വരാൻ ബ്ലോക്ക് ഉണ്ടാക്കും, നമ്മളിലേക്ക് സമ്പത്ത് വരാൻ ബ്ലോക്ക് ഉണ്ടാക്കും. അയാൾ കാറ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹായ്, കൊള്ളാം, നല്ലത്, നല്ല കാറ്, എനിക്ക് വാങ്ങാൻ സാധിക്കും ആ കാറ്, ഞാനും വാങ്ങിച്ചു അതുപോലത്തെ ഒരു കാറ്, ഞാനും വാങ്ങിച്ചു അതുപോലത്തെ ഒരു കാറ്, എനിക്ക് തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സുകൊണ്ട് പറയാ. ഓക്കെ, കൊള്ളാം, അവർ ആ കാറ് വാങ്ങിയല്ലോ, നല്ലൊരു വീട് വയ്ക്കുന്നു, ആ എന്ത് നല്ല വീട്, കൊള്ളാം, അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇത് നമ്മളെ കൊണ്ട്, സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. അവൻ വലിയൊരു കാറ് വാങ്ങിച്ചു, ഓ അവനെ എവിടുന്നാങ്ങണ്ടത് വലിയ കുറെ കാശുണ്ടാക്കി വന്നു, വലിയ കാറും വാങ്ങിച്ച് ആർഭാടവും കാണിച്ച് നടക്കുന്നു. ഉടനെ നമ്മൾ എന്താണ്? നമ്മളുടെ മെന്റൽ ബ്ലോക്ക് അവിടെ തുടങ്ങുന്നു. നമ്മളിലേക്ക് വരാനുള്ള ബ്ലോക്ക് അപ്പോഴേക്കും നമ്മൾ പറയുന്നുണ്ട് ശത്രുവിനോട്, മനസ്സുകൊണ്ട് പോലും നമ്മൾ ചിരിച്ചു കാണിച്ചു എന്ന് പൊരുത്തപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ എന്താണ്? നമ്മളിലേക്ക് വരുന്നതെല്ലാം വലിയ വലിയ മിറാക്കിളുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അസൂയോടെ പറയാറുണ്ട്. ആ അസൂയോടെ പറയുന്ന പറച്ചിലുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ അവരെ അഭിനന്ദിക്കാം. അയാൾ എങ്ങനെയോ മോഷ്ടിച്ചോ തട്ടിച്ചോ പണം സമ്പാദിച്ചു എന്ന് പറയുന്നതിന് പകരം, അയാൾക്ക് പണമുണ്ടോ, അയാൾ കള്ളനാണോ, അല്ല, അയാൾ ഉണ്ടാക്കിയോ, ഓക്കെ, നല്ലത്, വെരി ഗുഡ്, അതെന്ന രീതിയിൽ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാം. അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ ദുഃഖിതനും ഉത്കണ്ഠാകുലനും ഒക്കെ ആകുന്നു. ചിലർ പറയും, ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, ഇതൊക്കെ വെറുതെയാണ്, അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റുക. മാറ്റിയിട്ട് എന്ത് ചെയ്യണം? എത്ര സത്യസന്ധനാണെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യണം, അയാളെയും അയാളുടെ പണത്തെയും അഭിനന്ദിക്കുക, മനസ്സ് തുറന്ന് നമ്മൾ അവരെ പ്രശംസിക്കുക. അപ്പോൾ നമ്മളുടെയും എന്താണ് ബ്ലോക്ക്, മെന്റൽ ബ്ലോക്ക് മാറും. അങ്ങനെ കഴിയുമ്പോൾ ആ ചീത്ത ചിന്തകൾ നമ്മളിൽ നിന്ന് മാറും. നമ്മളിലേക്ക് ധനം വരാനുള്ള തടസ്സവും മാറി, മെന്റൽ ബ്ലോക്കും മാറി. നമുക്ക് എന്താണ്? നല്ലൊരു ഉയർച്ചയുടെ വഴിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമ്പോൾ അതിന് നിസാര കഴിവൊന്നും പോരാ, നല്ല നല്ല ഒരു വലിപ്പം തന്നെ മനസ്സിന് വേണം. തെറ്റുകളെ പ്രോത്സാഹനപ്പെടുത്തണമെന്നല്ല, അയാൾ ഉണ്ടാക്കിയ തെറ്റായ വഴിയിലൂടെയാണ് പണം എന്ന് വെച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല. തെറ്റായ വഴിയിലൂടെയാണ് അയാൾ പണം ഉണ്ടാക്കിയെങ്കിൽ അയാൾ അനുഭവിച്ചോട്ടെ. പക്ഷെ നമ്മളായിട്ട് അതിനെ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, വിമർശിക്കാനോ അതിനെ ശിക്ഷിക്കാനോ നിൽക്കണ്ട. ആ വിമർശനം നമ്മൾക്ക് മെന്റൽ ബ്ലോക്ക് ഉണ്ടാക്കുമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണ് അവരുടെ പണത്തെ നിന്ദിക്കുന്നത്? അവരുടെ പണത്തെ നിന്ദിക്കേണ്ട, അവരെ നിന്ദിക്കേണ്ട. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തോട്ടെ, നമ്മൾ അതിനെ അങ്ങ് വിട്ടുകളയാ. അപ്പം അതുകൊണ്ട് തന്നെ അസൂയ നിറഞ്ഞ ചിന്തകളെ നാം താലോലിക്കുന്നത് നമുക്ക് നാശകരമാണ്, നമുക്ക് വിനാശമാണ്. അത് നിങ്ങളെ നിഷേധാത്മക സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ട് സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതിന് പകരം പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വർദ്ധിച്ച സമ്പാദ്യത്തിൽ നമ്മൾക്ക് ശല്യമോ ദുഃഖമോ തോന്നുന്നുവെങ്കിൽ ഉടനെ മനസ്സിൽ ഇപ്രകാരം പറയുക. എങ്ങനെ പറയണം? ഞാൻ സത്യമായിട്ടും അയാൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ഈ ചിന്ത നിങ്ങളെ കൂടുതൽ സമ്പന്നതയിലേക്ക് നയിക്കാനും നിങ്ങളുടെ മനസ്സിന്റെ ബ്ലോക്ക് മാറാനും അതൊരു സഹായകമാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ആ മറ്റുള്ളവരുടെ അസൂയയിൽ അത് മാറ്റി വെച്ചിട്ട് അവരുടെ ഇതിൽ സത്യമായിട്ടും ഞാൻ എന്താണ്, അയാളുടെ അഭിവൃദ്ധിയിൽ ഞാൻ സത്യമായിട്ടും എന്താണ് സന്തോഷവാനായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അത് അങ്ങനെ ആവാൻ ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ ബ്ലോക്കുകളൊക്കെ മാറുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെയാകുമ്പോൾ നിങ്ങളിലേക്ക് ധനം വരാനുള്ള ഒരു സ്രോതസ് തുറന്നു വരും. അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിശ്വാസം.